പുറമേ കാണുന്ന ഭംഗിയല്ല ഒരാളുടെ സൗന്ദര്യം. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരിലുണ്ടാവുന്ന സന്തോഷമാണ് നമ്മളിലെ സൗന്ദര്യം. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെ ആയിരിക്കില്ല. എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ ആവില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. സൂക്ഷിച്ച് വയ്ക്കാവുന്നതിലും ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില അറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയും. നമ്മുടെ മനസ്സിനെ തകർക്കാൻ ഒരിക്കലും ഒരു ശത്രുവിനും കഴിയില്ല. നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ചവർക്കേ അതിന് കഴിയൂ. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ടവർ എന്ന് നിങ്ങൾ കരുതുന്നവർ നിങ്ങളിൽ നിന്നും അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും സ്വപ്നം കാണുന്നു. പക്ഷേ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും.